ഇറാനെ തകർക്കാൻ വേണ്ടി വലിയ യുദ്ധസന്നാഹങ്ങളുമായി എത്തിയ ട്രംപ് ഇപ്പോൾ ക്ഷീണിതനാണ്, വലിയ ആശങ്കയിലുമാണ് എന്നാണ് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായ വിറ്റ്കോഫ് പറയുന്നത്. ഇറാനുമായുള്ള ചർച്ചകൾക്ക് വേണ്ടി അമേരിക്ക നിയോഗിച്ച മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധിയാണ് വിറ്റ്കോഫ്. അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് വലിയ കോടികളുടെ നഷ്ടമാണ് ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി യുദ്ധം ചെയ്യാതെ തിരിച്ചു പോരുക എന്ന് പറഞ്ഞത് അത്രയും വലിയ മാനക്കേടുമാണ്. നമുക്കറിയാം, ഇറാനെ ഭീഷണിപ്പെടുത്തി ഡീലിലേക്ക് എത്തിക്കാനായിരുന്നു ട്രംപ് ശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് അബ്രഹാം ലിങ്കൺ, അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ള ഡിസ്ട്രോയറുകൾ, ഇങ്ങനെ തുടങ്ങി ഇറാനോട് അടുത്ത കടൽ ഭാഗങ്ങളിൽ വലിയ യുദ്ധസന്നാഹങ്ങൾ ഏർപ്പെടുത്തി. ഇതെല്ലാം കണ്ട് പേടിച്ചു പോകുമെന്ന് ട്രംപ് വിചാരിച്ചു. മാത്രമല്ല, തൊട്ടു മുമ്പാണ് വെനിസ്വേലയുടെ പ്രസിഡന്റിനെ കയ്യോടെ പൊക്കിയത്. ഇതൊക്കെ കാണുമ്പോൾ ഇറാന്റെ ഖാംനയി എന്തായാലും ഭയപ്പെടുമെന്ന് ട്രംപ് വിചാരിച്ചിരുന്നു. പക്ഷെ അമേരിക്ക കണ്ട ഇറാനല്ല നിലവിലുള്ളത്, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലുള്ള ഒരാളല്ല ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് ഇപ്പോൾ ട്രംപ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത്രയും വലിയ സന്നാഹങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ ഒരിക്കലും മുട്ടുമടക്കാൻ തയ്യാറല്ലാത്ത ഇറാനെയാണ് കാണുന്നത്. മാത്രമല്ല, എത്ര വലിയ സന്നാഹങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം തകർക്കും, തിരിച്ചടിക്കും, വിനാശകരമായ യുദ്ധമായിരിക്കുമെന്ന് ഇറാൻ നിരന്തരമായി പറയുന്നു. യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്താൻ വന്ന ട്രംപിന് അല്പമൊക്കെ പേടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ച നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ധാരാളം ആളുകൾ ട്രംപിനോട് ഇറാനുമായി യുദ്ധത്തിന് പോകരുത് എന്ന നിർദ്ദേശങ്ങൾ, എന്ന ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്. നോക്കൂ നിങ്ങൾ, അബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന കപ്പൽ വ്യൂഹം അറബിക്കടലിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ചർച്ച നടന്നു. പക്ഷെ ചർച്ചയ്ക്ക് ഭയപ്പെടാത്തത് കൊണ്ട്, ഇറാൻ ഒരിക്കലും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് തുടർന്ന് മറ്റ് ജെറാൾഡ് ആർ ഫോർഡ് എന്നറിയപ്പെടുന്ന മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടെ എത്തിക്കുകയുണ്ടായി. അതും ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ എത്തി എന്ന വാർത്ത വരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ കാരണമാകുന്നില്ല. ഇതുകൊണ്ടൊന്നും ഇറാൻ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ശക്തമായ തീരുമാനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു. തിരിച്ചടി ഉണ്ടായാൽ, ഏതെങ്കിലും രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടിയായിരിക്കുമെന്ന് ഇറാൻ വളരെ വ്യക്തമായി പറയുന്നു. അവരുടെ ടാർഗറ്റുകളെല്ലാം അവർ കൃത്യമാക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ഇറാൻ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകർന്നാൽ പോലും അമേരിക്കക്കെതിരെയുള്ള യുദ്ധം അവസാനിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ സൈനികരെ പ്രത്യേകം ചെറിയ വിഭാഗങ്ങളായി തിരിച്ച് അവർക്കെല്ലാം പ്രധാനപ്പെട്ട ഓരോ ലീഡേഴ്സിനെയും വെച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റക്കായി പോയാലും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉണ്ടാകുകയും അതോടൊപ്പം യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയും വേണമെന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത്. അതായത് ആത്മാഭിമാനം പണയം വെക്കുക എന്നത് ഇറാന്റെ ഏടുകളിലില്ല, ഡയറിയിലില്ല, ഡിക്ഷണറിയിൽ ഇല്ല എന്നാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും ലോകത്തുണ്ടായിരുന്ന ഒരു പ്രതാപമാണ് ഇറാൻ നഷ്ടപ്പെടുത്തി കളയുന്നത്. അതിലൂടെ വലിയ നഷ്ടമുണ്ട് എന്ന് മാത്രമല്ല, ഈ വിമാനവാഹിനി കപ്പലുകളും സന്നാഹങ്ങളും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് അമേരിക്കയ്ക്ക് ചെലവ് വരുന്നത്. ഈ നഷ്ടങ്ങളെല്ലാം ഒരു ഭീഷണിയിലൂടെ യുദ്ധമില്ലാതെ രക്ഷപ്പെടാനായിരുന്നു ട്രംപിന്റെ നീക്കമെങ്കിൽ, ഇനിയിപ്പോൾ യുദ്ധമില്ലാതെ തിരിച്ചു പോരുക എന്നതിന്റെ മാനക്കേടിനെ കുറിച്ചാണ് ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആശങ്കപ്പെടുന്നതും അദ്ദേഹത്തിന് വലിയ ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നത്. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. എന്നാൽ ഈ വിശുദ്ധ റമദാനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സുവർണാവസരമാണ് ത്വയ്ബ അക്കാദമി നൽകുന്നത്. തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനോഹരമായി നല്ല ഖാരികളുടെ ഖിറാത്ത് കേട്ടുകൊണ്ട് അതേ രൂപത്തിൽ ഓത്ത് പഠിപ്പിക്കുന്ന 20 ദിവസത്തേക്കുള്ള ഒരു പ്രത്യേക കോഴ്സാണ് ഇപ്പോൾ അക്കാദമി നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ഈ കോഴ്സിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ ഗ്രൂപ്പുകളിലായിരിക്കും ക്ലാസിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുക. ഇതിൽ പ്രായ വ്യത്യാസങ്ങളില്ലാതെ കുട്ടികൾക്കും അതുപോലെ പ്രായമായവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്.